ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലത്തെ ചെറിയ കൊഞ്ച് കിട്ടുമല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു റെസിപ്പി തയ്യാറാക്കുന്നത്. ചെറിയ കൊഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ പച്ച കിട്ടും, പക്ഷെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഉണക്ക കൊഞ്ചാണ്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് കിട്ടുന്ന ഒന്നായിരുന്നു ഇതിൻ്റെ പച്ച കൊഞ്ച് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതങ്ങനെ കിട്ടാറില്ല. നല്ല ചെറിയ കൊഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം, ഒരു 5 മിനിറ്റ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ല പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും കേട്ടോ. നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എനിക്ക് പാലക്കാട് ഈ ഒരു കൊഞ്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ എപ്പോഴും കിട്ടും കേട്ടോ. ഇതിങ്ങനെ പാക്കറ്റിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ കിട്ടും. പാക്കറ്റിലും ഇത് നല്ല അഴുക്കൊന്നും ഇല്ലാത്തതായിരുന്നു കേട്ടോ. എന്നിട്ടൊരു 3-4 വെള്ളത്തിൽ ഞാൻ കഴുകി വെള്ളം ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പിടിയോളം തേങ്ങ കേട്ടോ. 1.5 പിടിയൊന്നും എടുക്കണ്ട, ഒരു പിടി മതി. കാരണം അരപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ്, കൊഞ്ചിൻ്റെ ടേസ്റ്റ് അത്രയും കിട്ടില്ല കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അധികം എരിവ് വേണ്ടാത്തവർക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇതാകുമ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് കളർ കിട്ടും, അധികം എരിവുണ്ടാവില്ല. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് അളവ് കുറച്ചോളൂ കേട്ടോ. നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. അധികം എരിവ് വേണ്ട. ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമുക്കിതിനകത്തേക്ക് വേണം, അരയ്ക്കാനല്ല. ഇത് നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ചതച്ചെടുക്കുന്നത്. അരപ്പല്ല, ജസ്റ്റ് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, അരച്ചെടുക്കരുത്. നമ്മൾ ചതച്ചാൽ മതി. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1-2 വറ്റൽമുളകും കുറച്ചും കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചെറിയുള്ളി ആണെങ്കിൽ ഒരു 10-15 ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, പക്ഷേ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഞാനൊരു 2 പച്ചമുളക് ഇടുന്നുണ്ട്, അധികം എരിവില്ല. അതുകൊണ്ട് മുളക് പൊടിയുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ പച്ചമുളകിൻ്റെ അളവ് ബാലൻസ് ചെയ്തോളൂ. ഇപ്പോൾ നല്ല എരിവുള്ള മുളകൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തോടി ഇട്ട് കൊടുത്തു. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇതിനധികം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തോളൂ. ഈ സമയത്ത് നമ്മുടെ കൊഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അരിപ്പിലോ എന്തെങ്കിലും വെക്കുക കേട്ടോ, വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കരുത്, വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം. അതുപോലെ തന്നെ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണം കേട്ടോ. പാക്കറ്റിലൊക്കെ ചിലത് കിട്ടുന്നത് നല്ല അഴുക്കൊന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള കൊഞ്ചായിരിക്കും. എന്നാലും ഒരു 2-3 വെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കോളൂ. കുറച്ചും കൂടി വലിയ കൊഞ്ച് കിട്ടുമല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഈ ചെറിയ കൊഞ്ച് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ കഴുകി വെള്ളം തോർന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ഒരു 2 പിടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലൊരു 2 പിടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പണ്ടൊക്കെ ഇതിൻ്റെ പച്ചക്കൊഞ്ച് കിട്ടുമ്പോൾ നമ്മളിത് തോരൻ വെച്ച് കഴിക്കുമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ മാങ്ങ ഇട്ട് വയ്ക്കും. നമ്മുടെ ചെറിയ കൊഞ്ച് മാങ്ങ ഇട്ട് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഈ ഒരു കൊഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തിരി കൂടി വലിയ കൊഞ്ച്, ഉണക്കക്കൊഞ്ച്. അപ്പോൾ അതിൻ്റെ ഞാൻ മാങ്ങയൊക്കെ ഇട്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, സിമ്പിളായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഞാൻ അതാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, മാങ്ങയും കൊഞ്ചും വെച്ചിട്ടുള്ളൊരു കറി. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടൊരു ഇത്തിരി നേരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് ഒതുക്കി ഒരു 1-2 മിനിറ്റ് അതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമുക്കിതിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുത്തതിന് ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടണ്ട, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഒതുക്കി വയ്ക്കുക. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചതിന് ശേഷം ഒരടപ്പ് വെച്ച് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി കയറട്ടെ. തേങ്ങ എടുക്കുമ്പോൾ ചതച്ചെടുക്കുക, നമ്മുടെ തോരൻ്റെ പരുവം കേട്ടോ, ഒരുപാട് അരഞ്ഞു പോകരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരിത്തിരി നേരം അങ്ങനെ ഇരുന്നോട്ടെ. കൊഞ്ചൊക്കെ നന്നായി വേവണം, അതുപോലെ മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഓപ്പൺ ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
വെള്ളമൊക്കെ അത് അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ആ മിക്സിയുടെ ജാറ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അരപ്പൊക്കെ ഒന്ന് ജോയിൻ്റ് ആവാനും നമ്മുടെ ആ കൊഞ്ച് ബാക്കി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ അതൊന്ന് വേവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി ചിക്കി കൊടുത്ത് നല്ല സെപ്പറേറ്റ് ആക്കി എടുക്കുക കേട്ടോ. നല്ല ഫ്ലേവറാണ്, നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എപ്പോഴും കൊഞ്ച് വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പം വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഒതുക്കി അടച്ചു വെച്ചാൽ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു മിനിറ്റും കൂടി ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്തു. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല ഭംഗിയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെറൈറ്റി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. വെജിറ്റേറിയൻ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇട്ടത് കൊഞ്ചും മാങ്ങയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ശരിക്കും ആ ഒരു കറി മാത്രം മതി ഉണ്ടാക്കിയെടുക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കൊരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന റെസിപ്പീസൊക്കെ അതിൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മാങ്ങ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, അതൊക്കെ വെച്ച് ഒരുപാട് റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയൻ റെസിപ്പീസാണ് നമ്മൾ കൂടുതലും ചാനലിൽ ചെയ്യുന്നത് കേട്ടോ. വെജിറ്റേറിയൻ റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.